സൂപ്പർ സ്റ്റാർ സിംഗറിന് മിയ ക്വിറ്റ് ചെയ്തതാണോ എന്താണെന്ന്. സോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? നമ്മൾ ഇറങ്ങാൻ കാരണം അവളുടെ ഹെൽത്ത് ഇഷ്യൂ ആണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും കരയും. അപ്പൊ അവര് വന്നപ്പോഴും ഇവള് കരയുക, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായിട്ട് നമ്മൾ ഡോക്ടറെയൊക്കെ ഇവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് കൂടുതൽ മാനസിക ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് അവളെ പാട്ടിനോട് തന്നെ അവൾക്ക് ആ വെറുപ്പുണ്ടാവും. പിന്നെ ലാലേട്ടന്റെ വീട്ടിലൊക്കെ പോയൊരു ലാലേട്ടന്റെ അമ്മ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവള് പാട്ടൊക്കെ പാടിക്കൊടുക്കും. അപ്പൊ അവിടെ നിറച്ച് കോഴിയെ വളർത്തുന്നുണ്ടായിരുന്നു. അന്ന് അവൾ ഫസ്റ്റ് കോഴിയൊക്കെ ഉണ്ടതില്ല ലാലേട്ടന്റെ വീട്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നു എം ജി സാറിനെ ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ അടി തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇദ്ദേഹം ആയിരിക്കുന്നത്. പൂ വേണോ എന്ന് പറഞ്ഞ സാധനം അവൾക്ക് കിട്ടാത്തൊരു ഐറ്റം ആയിരുന്നു. എനിക്കത് കിട്ടൂല എന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോ സാർ അത് തെറ്റിച്ച് പാടിയപ്പോ അവൾ അത് സാറിനെ കറക്റ്റ് ചെയ്ത് ഇപ്പൊ മോളിവുഡ് മിക്സിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എന്റെ മടിയിലിരിക്കുന്ന നമ്മുടെ സ്വന്തം മിയക്കുട്ടിയുടെ പേരൻസ് ആണ്. സോ മിയക്കുട്ടിയുടെ വാപ്പി അല്ലേ പറ വാപ്പ അസ്ലം, പിന്നെ ഉമ്മച്ചിയും ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം. ഞങ്ങള് കുറെ നിർബന്ധിച്ചല്ലേ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവരോടും കൂടെ ചോദിക്കാനുണ്ട് എന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങളൊരു റൗണ്ടൊക്കെ ഒരു കോൺവെർസേഷനൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നില്ലേ നമ്മുടെ നിർത്താനം? അടിപൊളിയായിരുന്നു. അപ്പം ആക്ച്വലി നിങ്ങളെ ആദ്യമേ കാണുമ്പോൾ തന്നെ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നത്, മിയക്കുട്ടിയുടെ ബർത്ത് സ്റ്റോറി തന്നെ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഇതുപോലെ നമുക്ക് തോന്നി. നിങ്ങൾ തന്നെ വിളിക്കുന്നത് വണ്ടർ കിഡ് അല്ലേ, മിറക്കിൾ ബേബി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും പറഞ്ഞു. അപ്പോൾ ഉമ്മീന്ന് തന്നെ നമുക്കത് കേൾക്കാം. എന്താണ് ഉമ്മ ആക്ച്വലി ആ ഒരു സ്റ്റോറി? മിയ ട്രിപ്ലെക്സ് ആയിരുന്നു. അത് ഞങ്ങൾ ആദ്യം അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടാണ് എനിക്ക് അബോഷനായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് രണ്ടാള് ഇല്ല, പിന്നെ മൂന്നാമത് ഒരാള് ഇപ്പോഴും ലൈവ് ആണെന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ഇതായിട്ട് കിട്ടിയതാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മിയയുടെ ഡെലിവറിയും ഒക്കെ. വന്ന ആളാണ് ഇത് അല്ലേ? അങ്ങനെ ഇല്ല, അങ്ങനെ ഈ അബോഷൻ ആയപ്പോഴത്തേക്ക് ഒന്നും ഇല്ല, എല്ലാം ഇതായി എന്നാണ് വിചാരിച്ചത്. സ്കാനിങ്ങിലാണ് ഒരാളുണ്ട് എന്ന് ഞങ്ങൾ പിന്നീട് അറിഞ്ഞത്. എല്ലാം പോയി എന്നാണ് വിചാരിച്ചത്. പിന്നീട് അത് ഇത് ഫുള്ളായിട്ട് ഇതായോ എന്നറിയാൻ വേണ്ടി ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴാണ് ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട്, ഒരാളുണ്ട് എന്നുള്ള അറിയുന്നത്, അങ്ങനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, മിയക്കുട്ടിയുടെ ഈ ഒരു കരിയറിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് നമ്മൾ സ്ക്രീനിലും അല്ലാതെ ഇപ്പൊ ഇവിടെ വന്നപ്പോഴായാലും കണ്ടത് അങ്കിളിനെയാണ്. അപ്പം ഈ ലൈക്ക് ചെറിയ പ്രായത്തിലെ തൊട്ട് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാരൻസിനെ കാണുന്നത് ഭയങ്കര സന്തോഷം. അപ്പം അങ്കിൾ പറയൂ, എപ്പോഴാണ് ഇത്ര നന്നായിട്ട് ആള് പാടും എന്നൊക്കെയുള്ള ഒരു ഹിന്റ് കിട്ടിയത്? അല്ല, ഇത്രയും നന്നായിട്ട് പാടുന്നില്ല, അവൾക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചി പാടുന്നതിന്റെ ഒരു എന്താണ് അസൂയ എന്നൊക്കെ പറയൂലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞത്. ചേച്ചി നന്നായിട്ട് പാടുമ്പോ ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ വന്നിട്ട് എനിക്ക് ആ പാട്ട് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കും. ഏത് പാട്ട്? അങ്ങനെയല്ല, ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അവള് ചോദിക്കും, എനിക്ക് ആ പാട്ട് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. ഏകദേശം 2-2.25 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ട് ആളിങ്ങനെ ചെറുതായിട്ട് പാടിയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ അവളെ ഇങ്ങനെ കൂടെ ഇരുത്തി എപ്പോഴും അവളുടേത് ഞങ്ങൾ ഒരുപാട് വൈകിട്ട് അവള് പാടുന്നെന്ന് മനസ്സിലാക്കി. ഏകദേശം ഒരു 10 വയസ്സായപ്പോഴാണ് അവള് പാടുന്നെന്ന് ഒരു അങ്കിള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അതിന് മുമ്പ് കവിതയൊക്കെ പാടി പ്രൈസ് വാങ്ങിക്കും സ്കൂളിൽ. അപ്പൊ കവിതയൊക്കെ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വിടും. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു അവള് പാടുമെന്ന്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ തൊട്ട് പുള്ളിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അന്നേരം തൊട്ട് അവളെ പാട്ട് പഠിപ്പിക്കും. എപ്പോഴും അവള് പാപ്പാടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇവള് നോക്കുമ്പോ കൂടുതൽ അറ്റൻഷൻ ദീദിക്ക് കിട്ടുന്നു, പാട്ട് പഠിക്കും, ദീദിയെ ഇങ്ങനെ വിളിച്ച് പാട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവൾക്ക് അതൊരു ഭയങ്കര കുശുമ്പ്, കൂടുതൽ പാപ്പ അപ്പൊ എനിക്കും പാട്ട് പഠിക്കണം. അങ്ങനെ അവള് ചില പാട്ടുകൾ വന്ന് പറയും, എനിക്ക് ഈ പാട്ട് പഠിക്കണം, ഈ പാട്ട് എനിക്ക് ഇഷ്ടമായി പാപ്പ. എന്നിട്ട് അവൾ തന്നെ പാടും, അത് പാടി കേൾപ്പിക്കും കുറച്ചൊക്കെ. അപ്പൊ പാപ്പ ഇങ്ങനെ പിന്നെ പഠിപ്പിക്കാന്ന് പറയും. പിന്നെ ആള് വാശിയായി എനിക്ക് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ ചില പാട്ടുകൾ അത് കംപ്ലീറ്റ് പഠിക്കും അവള്. മൊത്തം പാട്ടും പഠിക്കും. വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ടോപ്പ് സിംഗറിന്റെ ആദ്യത്തെ ആള് പാടുന്ന സമയത്ത് ചില വാക്കുകൾ പോലും കിട്ടാത്ത, അപ്പൊ നമ്മള് കാണുമ്പോ യോ ഇത്ര കുഞ്ഞ് എങ്ങനെയാ പാടുന്നേ നമുക്കൊരു ഇത് തോന്നും അല്ലേ? ചില വാക്കുകൾ പോലും പറയാൻ കിട്ടാത്ത പ്രായം. വാക്കുകൾ പറയുന്നത് അവള് ക്ലിയർ അല്ല. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് ആ പ്രശ്നങ്ങൾ, ഇങ്ങനെ പറയുമ്പോ തെറ്റിപ്പോവും.
പക്ഷെ അത് അവള് കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ആക്കും നമ്മള് ഈ ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്ന സമയത്തും ചില തനിയെ കേട്ട് പഠിക്കുവാണെങ്കിൽ തെറ്റിച്ചാ പഠിക്കുള്ളൂ, ട്യൂൺ അനുസരിച്ച് പഠിക്കും, പക്ഷെ ലിറിക്സ് തെറ്റിപ്പോവും. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്ത എത്ര കട്ടിയുള്ള വാക്കുകളും അവള് പറയും. കറക്റ്റ് ചെയ്ത് വിട്ടാലും അത് കറക്റ്റ് ആക്കി തന്നെ പാടും. ആന്റി ഞങ്ങളിപ്പോ ആളുടെ കൂടെ ഒരു ഇന്റർവ്യൂല് വന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്, നമ്മളുടെ എക്സ്ക്ലൂസീവ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, എനിക്കിപ്പോ ആന്റിയെ കിട്ടിയതുകൊണ്ട് ചോദിക്കുകയാണ്, മിയക്കുട്ടിയുടെ ഡ്രസ്സുകൾ എല്ലാവരും എല്ലാ എപ്പിസോഡിലും നോട്ട് ചെയ്യുന്ന സംഭവമാണ്, അതിന്റെ പുറകിലുള്ള ഡിസൈനർ ആണ് ഇത്. അപ്പൊ കുഡോസ് ടു ദാറ്റ്. എവിടെ നിന്ന് ആന്റി ഇത്ര അടിപൊളി ഡിസൈൻസ് ഒക്കെ കിട്ടുന്നത്? അങ്ങനൊന്നുമില്ല, അവള് ഭയങ്കര മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള കുട്ടിയാണ്. അപ്പൊ അവളെ ഹെയർ ഒക്കെ വെച്ചിട്ട് ഒരു ഡോൾ മാതിരി, അവള് ചില ഡ്രസ്സ് ഇടുമ്പോ ഒരു ഡോള് പോലെ. അപ്പൊ ഞാൻ അവളെ ആ ഒരു ഡോളാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതേമാതിരി ഏകദേശം ഒരു ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് ആളുടെ. ആളൊരു ഭയങ്കര ഇന്നസെന്റ് ആണ്. അങ്ങനെ വേറൊരു കാര്യങ്ങളെ കുറിച്ച് അവള് ചിന്തിക്കില്ല. അവൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യും. അല്ലാണ്ട് അവള് അങ്ങനെ ഭയങ്കര വലിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുക. പാട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പാട്ട് പഠിപ്പിക്കും, അവള് പാട്ട് പഠിക്കും. നമ്മൾ പറയുന്ന പാട്ട് പഠിപ്പിക്കും. പഠിക്കുക ഏത് ലാംഗ്വേജ് ആണെന്ന് പോലും അവള് അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴാ ഇത് ആ ലാംഗ്വേജ് ആയിരുന്നോ ഇങ്ങനെ ഹിന്ദി. അപ്പൊ മിയുടെ പാപ്പ ഇങ്ങനെ പല ലാംഗ്വേജസ് ഇങ്ങനെ അവളെ പഠിപ്പിക്കുക. അത് അവൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പഠിപ്പിക്കുന്നേ. അപ്പൊ അവള് പഠിച്ചു കഴിയുമ്പോ ചോദിക്കും, ഇത് ടോപ്പ് സിംഗറിൽ പാടേണ്ട പാട്ടാണോ പാപ്പ? അപ്പൊ അല്ല, ഇത് ഹിന്ദി ആയിരുന്നോ? അപ്പൊ അങ്ങനെ അവൾക്ക് ഈ സംഗീതത്തിന് ഭാഷയില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നു. അപ്പൊ അവൾക്ക് അതൊന്നും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അവള് ഭയങ്കരമായിട്ട് ഇതാകുന്ന ആളല്ല. ഒന്നുമില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ കറങ്ങി നടക്കുക, അങ്ങനെ എല്ലായിടത്തും പോകാൻ ഭയങ്കര ഇഷ്ടം, എല്ലാരെയും കാണാൻ ഇഷ്ടം, എല്ലാവരും വീടുകളിൽ പോകാൻ ഇഷ്ടം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ലാലേട്ടന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിട്ടില്ല, അതെന്തായിരുന്നു സംഭവം? ലാലേട്ടന്റെ വീട്ടിൽ പോയത് ഇവളുടെ ഒരു ഫാൻ ഉണ്ട്, ഒരു അമേരിക്കയിലുള്ളൊരു പുള്ളിക്കാരി വഴിയിട്ടാണ് ലാലേട്ടനെ പരിചയം. അപ്പൊ ഇവളുടെ പാട്ടൊക്കെ അവർ കേൾക്കും. അപ്പൊ അമ്മ കാണാൻ വേണ്ടിട്ട് പോയതായിരുന്നു, ലാലേട്ടന്റെ അമ്മ. അപ്പൊ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇവള് പാട്ടൊക്കെ പാടിക്കൊടുക്കും. എന്നിട്ട് ലാലേട്ടന്റെ അമ്മേനായിട്ട് അപ്പൊ കോണ്ടാക്ട് ഉണ്ട് അല്ലാണ്ട്? അമ്മ ഇല്ല, അവിടെ പോയി അമ്മയ്ക്ക് പാട്ട് ഇങ്ങനെ പാടിക്കൊടുത്തു. ഓ, ഏത് പാട്ടാ പാടിക്കൊടുത്ത ലാലേട്ടന്റെ അമ്മയ്ക്ക്? കൂടുതലും മലയാളം പാട്ട്, പഴയ പാട്ടുകളൊക്കെയാണ് ഇഷ്ടം. ഈ ഭക്തി അങ്ങനത്തെ പാട്ടുകൾ അതൊക്കെ പാടിക്കൊടുക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയൊക്കെ പോയി, അങ്ങനെയാണ് പരിചയം. പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു സുചിത്ര മാമിന്. ആണോ? ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? ഓ, നൈസ് നൈസ്. അപ്പൊ അത് ഇപ്പോഴും നല്ല രീതിയിൽ പോണം, കമ്പനി ആയിട്ട് പോയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടനെ സുചിത്ര ആന്റിനെ ഒക്കെ നേരിട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മിയക്കുട്ട? വലിയ വീടാണോ? വലിയ വീടാണ്, നല്ല അടിപൊളി വീടാണ്. പിന്നെ ഫസ്റ്റ് അവള് കോഴിയെ കാണുന്ന ലാലേട്ടന്റെ വീട്ടിലുള്ള കോഴിയെ. സാധാരണ നമ്മള് ഈ ചിക്കൻ മേടിച്ചോണ്ട് വരുന്ന ചിക്കനെ ഇവിടെ കണ്ടിട്ടുള്ള, അവള് കോഴിയെ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ നിറച്ച് കോഴിയെ വളർത്തുന്നുണ്ടായിരുന്നു. അന്ന് അവള് ഫസ്റ്റ് കോഴിയെ കണ്ടതില്ല, ലാലേട്ടന്റെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കണ്ട അവിടുന്ന്? പിന്നെ ലാലേട്ടന്റെ പിക്ചേഴ്സ്, പെയിന്റിങ്സ് ഒക്കെ കണ്ടു. പിന്നെ മോളിൽ എന്തോ പൂച്ചക്കുട്ടിയോ എന്തോ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മേനെ കണ്ടു, പിന്നെ സുചിത്ര ആന്റീനെ കണ്ടു, പിന്നെ ഒരു പൂച്ചക്കുട്ടി കണ്ടു. ഓക്കെ, അങ്കിളാണല്ലേ എപ്പോഴും ആളെ പുറകെ നിന്ന് പാട്ട് പഠിക്കാനായിട്ട് വിളിച്ചാക്കെ എല്ലാ ദിവസവും ഒരു മടി ഇല്ലാണ്ട് വരും. അവള് അത് റുട്ടീനാണ്, ഡെയിലി അവള് ചെയ്യുന്ന കാര്യം. അവൾക്കിപ്പോ അത് ശീലമായി. രാവിലെ എണീക്കുക, പ്രയർ, അതൊക്കെ കൃത്യമായി ചെയ്യും. 5 മണിക്കൊക്കെ എണീക്കും ആള്. 5 മണിക്ക് എണീക്കും അവള്. പ്രയർ കഴിയും, അത് കഴിഞ്ഞിട്ട് അവള് കുളിക്കും. എല്ലാ ദിവസവും കുളിക്കും, മസ്റ്റ്. അത് എന്നോട് പറഞ്ഞു, ഞാൻ ചേച്ചി മുടിന്റെ മിസ് പറയും കുളിക്കണ്ട മിയ മുടി. അപ്പൊ 2 വശത്ത് പിന്നി ഇടണം. അപ്പൊ അവള് കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് പേടിയാ, ഞാൻ അവളുടെ ശീലമായി പോവോ, ഇനി കുളി മുടങ്ങി പോവോ. അപ്പൊ എന്നോട് പറയും, മിസ് പറഞ്ഞു കുളിക്കണ്ടെന്ന്. പക്ഷെ ഇന്ന് ഞാൻ കുളിച്ചില്ലേ, പിന്നെ എനിക്ക് ശീലമായാലോ, ഇനി ഞാൻ കുളിക്കാതെ പോയാലോ. അപ്പൊ അവൾക്ക് കുളിക്കണം, രാവിലെ കുളിക്കണം. അത് നിർബന്ധം. കുളിച്ചു കഴിഞ്ഞ് അവള് സാധകം ചെയ്യും, അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. ആണോ? എങ്ങനെയാ സാധകം ചെയ്യുന്ന പറഞ്ഞു തന്നെ? കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്തിട്ട് അവള് അങ്ങനെ പഠിച്ച് അധികം അങ്ങനെ പോയിട്ടില്ല. പഠിക്കാൻ കുറച്ച് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം ഇതുവരെ ഉണ്ടായില്ല. കാരണം ഓരോ റിയാലിറ്റി ഷോ പോകും. പിന്നെ ആദ്യം പോയപ്പോൾ ടോപ്പ് സിംഗറിൽ വെച്ചിട്ട് അവള് സംഗീതം പഠിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവളുടെ പാഷൻ, അവളുടെ ആഗ്രഹം കൊണ്ടിട്ട് ഞങ്ങള് വിചാരിച്ചില്ല അവള് ശരിക്കും ഒരു
1-2 പാട്ട് പാടും അവിടെ തീരും എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല ടോപ്പ് സിംഗറിലെ ആ സംഗീതം. സമയത്ത് സംഗീതം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചിപ്പം നമ്മൾ ഇതിന് പോണതിന് കുറച്ച് മുമ്പായിട്ടാണ് അവൾ ഹിന്ദുസ്ഥാനി സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 3 months പോയുള്ളൂ. പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ആൾക്ക് സുഖമില്ലാതൊക്കെ വന്ന കാരണം. അപ്പൊ അങ്ങനെ സംഗീതം പഠിത്തം അങ്ങനെ കാര്യമായിട്ട് നടന്നിട്ടില്ല. പിന്നെ അത് കൊണ്ടുപോകണം കൂടെ. അപ്പൊ അവള് കേൾക്കുന്നത് ഈ ഓരോരുത്തർ പാടി വെച്ച റിയാസുകളൊക്കെ ഇട്ടിട്ടാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ഡെയിലി പ്രാക്ടീസ് ഡെയിലി അത് ഞാൻ സിസ്റ്റത്തിലൊരു സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് രാവിലെ വന്ന് നേരെ സിസ്റ്റം ഓൺ ചെയ്ത് അത് 1 മണിക്കൂർ ചെയ്യേണ്ട സാധകം കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യും. അത് ഹിന്ദുസ്ഥാനിയും പിന്നെ ഇംഗ്ലീഷ് ടൈപ്പും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എന്താണെങ്കിലും അവള് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പൊ അത് അവൾ എല്ലാ ദിവസവും ചെയ്യും, മുടങ്ങാണ്ട് അത് ചെയ്യും. അല്ല, ഈ ടോപ്പ് സിംഗറിൽ ഇത് കേട്ടപ്പോഴാണ് നമ്മളും അറിയുന്നത്. അതായത് ഗോഡ്സ് ഗിഫ്റ്റഡ് വൺ എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് ടച്ച് വേർഡ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. എനിവേ, ആരാധകരെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, ഇപ്പം സൂപ്പർ സ്റ്റാർ സിംഗറിൽ മിയ ക്വിറ്റ് ചെയ്തതാണോ എന്താണെന്ന്. അപ്പം പേരൻസ് ഇവിടെ ഉണ്ട്, നമുക്ക് ഇനി യാതൊരുവിധ ഡൗട്ടും വേണ്ട, അവിടെ നിന്ന് തന്നെ നേരിട്ട് ക്ലാരിഫൈ ചെയ്യാം. സോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? ശരിക്കും സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വിളി വന്നതാണ് മിയനെ. അപ്പൊ അവര് വിളിച്ച സമയത്ത് മിയയുടെ പാപ്പ പറഞ്ഞു വേണ്ട, കൊണ്ടുപോകണ്ട, ഇപ്രാവശ്യം അവളെ കൊണ്ടുപോകണ്ട, നമുക്ക് അവള് ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് കൊണ്ടുപോവാം. അപ്പൊ എനിക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവള് ഹിന്ദി അത്യാവശ്യം നന്നായി പാടുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രായത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ പ്രായത്തിലുള്ളത് പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ നമുക്ക് അത് റീകളക്ട് ചെയ്യാനും പറ്റില്ല. അത് ഓരോ സ്റ്റേജ് വരുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം, എന്തായാലും നമുക്ക് നോക്കാം, കിട്ടുമോന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ, നമുക്ക് പോയി നോക്കാം. അങ്ങനെയാണ് ഞങ്ങള്. അപ്പൊ ഇവൾക്കും ആഗ്രഹമുണ്ട് പോകണമെന്ന്. പക്ഷെ പുള്ളിക്ക് തീരെ അന്നേരം ഇല്ല. പുള്ളി പറഞ്ഞ അടുത്ത സീസൺ നമുക്ക് നോക്കാം, നെക്സ്റ്റ് സീസൺ ആകുമ്പോൾ നമുക്ക് ഹിന്ദിയൊക്കെ അവളെ ഒന്ന് പഠിപ്പിച്ച് അവൾക്ക് അത് പാട്ട് മാത്രമല്ലല്ലോ, നമുക്ക് കോൺവെർസേഷൻ ശരിയാവണ്ടേ, സംസാരവും കൂടെ ശരിയാവണം. അപ്പം പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിനാണ് ശരിക്കും പോയത്. അത് മാത്രമല്ല, ഒരു 18 ഷോസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഷോസ്. അതിൽ ചിലത് എഗ്രിമെന്റ് ഉള്ളതുണ്ടായിരുന്നു. അപ്പൊ 1-2 അവർ അനുവദിച്ചു ഷോന്റെ ഇടയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ വിഷയങ്ങളും ഒക്കെ ഉണ്ടായി. നമ്മൾ വാക്ക് പറഞ്ഞല്ലേ, അപ്പൊ നമുക്ക് അത് ഇതാക്കാൻ നമ്മൾ ഇങ്ങനൊരു ഇതില്ലല്ലോ, നമുക്ക് പോണം. അവര് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു ചിന്ത വന്നു. അപ്പൊ അങ്ങനെ പോയി പാടിയപ്പോഴത്തേക്ക് ടോപ്പ് 5 വന്നു. ആദ്യത്തെ ടോപ്പ് 5 ഒരേ ഒരു പെൺകുട്ടി ഫസ്റ്റ് സെലക്ട് ആകുന്ന മീക്കുട്ടിയാണ്. ആദ്യം സെലക്ട് ആകുന്ന 5 പേരിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ഓൺ ദ സ്പോട്ട് സെലക്ഷൻ കിട്ടിയ അവൾക്ക്. അപ്പൊ അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞു വേണ്ട, നമുക്ക് ഇവിടുന്ന് പോകാൻ മതി. അപ്പോഴും പുള്ളി പറയുന്നത് അവള് ടോപ്പായി വന്നില്ലേ, ഇനിയിപ്പൊ നമുക്ക് ഇനി വേണോ മുമ്പോട്ട്, ഇനി അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവര് ഇന്റർവ്യൂസ് ഇപ്പൊ ആദ്യം സെലക്ട് ആയി വന്നവർ മെഡല് ഓൺ സ്റ്റേജ് മേടിക്കുകയല്ലേ. അപ്പം മേടിച്ചുകൊണ്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ചോദ്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇവൾക്ക് പറയാൻ എന്താന്ന് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട് അവൾക്ക്. അപ്പൊ അവൾക്ക് അത് പറയാൻ പറ്റാണ്ടൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞത് ബുദ്ധിമുട്ടാവും അവൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ. സ്റ്റേജിൽ പോയി ജസ്റ്റ് പാടുക മാത്രമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും അവർ ജഡ്ജസ് ചോദിക്കുന്ന മനസ്സിലാക്കാൻ കുട്ടിക്ക് പറ്റണ്ടേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ. പിന്നെ ഞാൻ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് നിക്കല് പറ്റില്ല, 3 മാസം 4 മാസം അവിടെ തന്നെ സ്റ്റേ ചെയ്യണം, ഒരു സിംഗിൾ പാരന്റേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എനിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കോ, എനിക്ക് ബുദ്ധിമുട്ടാവും, ബോംബെയിൽ പൊടിയൊക്കെ അല്ലേ, അപ്പൊ അത് വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ നിന്നോളാം എന്നൊക്കെ. എൻ്റെ ഫുൾ റിസ്കില് ഞങ്ങള് അവിടെ പോയി. നല്ല ഇതായിരുന്നു, നല്ല എന്ന് വെച്ചാല് അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ പാട്ട് തന്നെ പണ്ട് പാപ്പ പറഞ്ഞു കൊടുത്ത്, എനിക്ക് പാട്ടിനെ പറ്റി ഒന്നും അറിയില്ല. ഞാന് ശരിക്കും ഒരു ലിസണർ പോലും അല്ല, വെറുതെ ഇങ്ങനെ നമ്മൾ പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്ന അല്ലാണ്ട് എനിക്കങ്ങനെ. അപ്പൊ എനിക്ക് പാട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒന്നും അറിയില്ല. ഇപ്പൊ ഇവള് തെറ്റാ പാടുന്നതെന്ന് കേട്ടാൽ പോലും എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് ജസ്റ്റ് അത് കേൾക്കുമ്പോൾ സുഖമുണ്ടോ, അത് ആസ്വദിക്കുമോ എന്നല്ലാണ്ട് എനിക്കറിയില്ല. അപ്പൊ ഇവള് ഒരു പ്ലസ് പോയിന്റ് അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവള് സ്വയം പാട്ട് പഠിച്ചു തുടങ്ങി. സ്വയം, അതായത് പാപ്പ സാധാരണ ലിറിക്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കും പാപ്പ, അങ്ങനെയാണ് അവള്. അവൾ എന്ത് ചെയ്യുന്നറിയോ, ഓരോ വേർഡ് ബൈ വേർഡ് ലോക്ക് ചെയ്തിട്ടിട്ട് അതൊക്കെ ക്ലിയർ ആയിട്ട് തനിയെ പഠിച്ചു പാട്ട്. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ലിറിക്സ് അവള് തനിയെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഗ്രൂമേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാം കൊണ്ടും. ആകെ നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് സൗത്തും നോർത്തും ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല.
കുറെയൊക്കെ ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കും. അവിടെ നമ്മള് ഫ്രൂട്ട്സ് ആകുമ്പോൾ നമ്മൾ പക്ഷെ അവളൊരു അതിനൊരു ലിമിറ്റ് ഉണ്ട്. കുട്ടി കഴിക്കും, പിന്നെ അവള് കഴിക്കുന്നില്ല. അവിടെ ഈ ഡോക്ടർ ചെക്കപ്പ് വന്നപ്പോഴും അണ്ടർ വെയിറ്റ് ആന്ന് പറഞ്ഞു കുട്ടി. അത് പക്ഷെ ഇവള് എന്ത് ചെയ്യുന്നറിയോ, ഈ ചെറിയ കട്ടോര എടുത്തിട്ട് അതിനകത്ത് ആ ചോറ് ഫില്ല് ചെയ്യും. ഇങ്ങനെ കേക്ക് മാതിരി ഇങ്ങനെ അടച്ചു വെക്കും. എന്നിട്ട് ആ കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് അത്രയല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അവള് ഫുഡ് കഴിക്കില്ല. അപ്പൊ അത് ഒരു പ്രശ്നമായിരുന്നു നമുക്ക്. നോർത്ത് ഫുഡ് നമുക്ക് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അതും പിന്നെ അവള് നല്ല രീതിയിൽ തന്നെ അവളുടെ പാട്ടുകളൊക്കെ നല്ല റീച്ചിൽ പോയി. അവര് എല്ലാം കൊണ്ടും ഇതായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയമായപ്പം വേറെ ഒരു പ്രോഗ്രാം നേരത്തെ ഒരു ഷോയെ അവർ വിട്ടു. ശ്രീലങ്കൻ ഷോ അവർ അവിടെ നിന്ന് നമ്മൾ ബോംബെയിൽ നിന്ന് പോയി, ബോംബെയിൽ നിന്ന് തന്നെ തിരിച്ചു വന്നു. പിന്നീട് ഒരു ഷോ നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയത് MG സാറിന്റെ ഷോ അവൾ ഓൾറെഡി ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് സാറിന്റെ ഷോ സാറ് നമുക്ക് തരുമ്പത്തേക്കും അതെല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. സാറ് തരുന്ന ആദ്യമായിട്ടാണ് സാറ് പുറത്തേക്ക് ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുപോകുന്നത്. ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകുന്നത് ഇവളെ സാറിന് അത്രയ്ക്കും വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊണ്ടുപോകുമ്പോ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ്, സാർ ഒരിക്കലും നമ്മളോട് അത് വിട്ടിട്ട് പോവാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാരണം അതുമുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങാൻ കാരണം അവളുടെ ഹെൽത്ത് ഇഷ്യൂ ആണ്. അവൾക്ക് വയറുവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് പേടിയും. ഇവള് ഫുഡും കഴിക്കുന്നില്ല. വെയിറ്റ് നോക്കുമ്പോൾ അവര് തന്നെ അവിടെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ അണ്ടർ വെയിറ്റ് ആയി കുട്ടി. അപ്പൊ അതിനനുസരിച്ച് ഫുഡ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു വരുന്നു. പിന്നെ എന്ത് പറഞ്ഞാലും കരയും. ഇവരാരെങ്കിലും ഇവിടുന്ന് വിളിക്കുമ്പോഴൊക്കെ കരച്ചില്ല. ഈ മോനും മോളും വിളിക്കുമ്പോഴത്തേക്ക് അവരെ കാണണമെന്നുണ്ട്. ഇവരെ ഫേസ് കാണുമ്പോ തന്നെ അവള് കരയും. ഹോം സിക്നെസ് ഭയങ്കരമായിരുന്നു. ടോപ്പ് സിംഗറിലും അവള് വന്നു പോകലായിരുന്നു. നമ്മൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ പക്ഷെ നമ്മള് ഇങ്ങനെ വേറെ ഷോസ് ഉണ്ടെന്നൊന്നും അവരോട് പറഞ്ഞില്ല. ഈ കുട്ടിക്ക് ഇങ്ങനെ മെന്റൽ ഹെൽത്ത് ശരിയല്ല, അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട്. കാരണം ഉറങ്ങുന്നില്ല, പിന്നെ എപ്പോഴും എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും നമ്മൾ അവരോട് സംസാരിച്ചു, നമുക്ക് ഇങ്ങനെ തിരിച്ചു പോകണം. അവർ കുറെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്ത് പറയും മിയനോട്. അപ്പൊ അവർക്ക് മിയനോട് നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പൊ അവര് സോണിയുടെ ആൾക്കാരൊക്കെ വന്നു, ഡയറക്ടറും ഒക്കെ വന്നു. അവളോട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ മിയനോട് നേരിട്ട്. അപ്പൊ അവര് വന്നപ്പോഴും ഇവള് കരയുക, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായി. കുട്ടി അത്രയും അപ്പൊ നമ്മൾ ഡോക്ടറെയൊക്കെ ഇവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് കൂടുതൽ മാനസിക ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് അവളെ പാട്ടിനോട് തന്നെ അവൾക്ക് ആ വെറുപ്പുണ്ടാവും. പിന്നെ പാട്ട് പഠിക്കാൻ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ചെറുതല്ലേ, നമ്മൾ അത് അവളുടെ ഇത് നോക്കിയാൽ മതി. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോന്നപ്പോൾ ആൾക്ക് കുട്ടികളെ വിട്ടിട്ടൊക്കെ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഗ്രൂമേഴ്സിനെയും സ്റ്റേജുമൊക്കെ മിസ് ചെയ്തെങ്കിലും അവൾക്ക് അതിനേക്കാൾ കൂടുതൽ ഇവരെ കാണണം, ഇവരുടെ അടുത്ത് വേഗം എത്തണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ഇറങ്ങിയത്. അല്ലാണ്ട് വേറെ ചാനൽ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മിയക്കുട്ടിയുടെ ആരാധകർക്ക് അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ അല്ലേ? അങ്കിൾ, അതേപോലെ തന്നെ MG സാർ ആയിട്ടുള്ള മിയയുടെ ബോണ്ട് അത് പ്രേക്ഷകർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. അതായത് എനിക്ക് തോന്നുന്നു MG സാറിന്റെ ഒക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ അടി തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇദ്ദേഹം ആയിരിക്കുന്നത് അല്ല? ഇപ്പോഴും ആ ഒരു ബന്ധം അതേപോലെ തന്നെ പോകുന്നുണ്ടല്ലോ അല്ലേ? അതേപോലെ തന്നെ പോകുന്നുണ്ട്. അന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് മുമ്പ് എന്നോട് പറയും, എനിക്ക് അടുത്തിടയ്ക്കാ മനസ്സിലായി എന്നെ പറ്റിച്ചതാന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, MG സാറിന്റെ അടുത്തൊക്കെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ പോകുമെന്ന്. അപ്പൊ ശരിക്കും പൂ വേണോ എന്ന് പറഞ്ഞ സാധനം അവൾക്ക് കിട്ടാത്തൊരു ഐറ്റം ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പോകുമ്പോ പറഞ്ഞു എനിക്കത് കിട്ടൂല എന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവിടെ ചെന്നപ്പോ സാറ് അത് തെറ്റിച്ച് പാടിയപ്പോ അവളത് സാറിനെ കറക്റ്റ് ചെയ്ത് അപ്പൊ നമുക്കത് ഭയങ്കര, ഞങ്ങളിങ്ങനെ വേറൊരു സ്ക്രീനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നില്ല ഇത്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ, ഇവളെന്താണ് സാറിനോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് എന്താകും ഈ കുട്ടി എപ്പോഴും നമുക്ക് അപ്പുറം നിൽക്കുമ്പോഴേ ഇവൾ എന്ത് പറയുന്നുള്ള ടെൻഷനാ. നമ്മൾ കാണുന്നില്ലല്ലോ, ഇവരെന്ത് കുട്ടികളല്ലേ, എപ്പോഴെന്താ വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മളെപ്പോഴും പേടിച്ചിട്ടാണ് ഈ പുറകിൽ നിൽക്കുന്നത്. അപ്പൊ അത് പക്ഷെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയി. അയ്യോ, അത് ഭയങ്കര സാറുമായിട്ട് ഒരു വലിയ ബോണ്ട് അവിടെ ഉണ്ടായി. അതെ, അപ്പൊ സാറിനെ എല്ലാരും കാണുമ്പോഴും ഇവളെ അന്വേഷിക്കും, ഇവളെ എല്ലാരും കാണുമ്പോഴും ചോദിക്കും MG അങ്കിൾക്ക് സുഖമാണോ. ഇപ്പോഴും ഇവളെ കാണുമ്പോ ചോദിക്കും MG അങ്കിൾക്ക് ഇപ്പോഴും സുഖമാണോ, MG അങ്കിൾ എന്തിനൊക്കെ അന്വേഷിച്ചെന്ന് പറയണം. നീ ഞങ്ങളുടെ അന്വേഷണം പറയണേ, MG അങ്കിൾ അടുത്തോടെ വിളിക്കുമ്പോ പറയാം. അപ്പൊ അങ്ങനെ ഉണ്ടായതാണ് ആ ബോണ്ട്. പിന്നെ സാറ്
സാറിന്റെ ഷോയൊക്കെ അവള് ചെയ്ത് പിന്നെ ആ ബന്ധം കൂടുതൽ ഇങ്ങനെ പോണ്. അങ്ങനെ പോണം, അങ്ങനെ തന്നെ പോട്ടെ എന്തായാലും. ടച്ച് വരും. ഓക്കെ, അപ്പൊ ഇവളെ എങ്ങനെയാണ് ഒരു പാട്ടുകാരി ആക്കണം എന്നാണോ അങ്കിളുടെ ഒരു ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. അവളുടെ ഇനി വലുതാവുമ്പോ അവളുടെ താല്പര്യം എന്താന്ന് വെച്ചാല് ഒന്നെങ്കിൽ പാട്ടിന്റെ ഡോക്ടർ അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർ. ഇതാണ് ഞങ്ങൾ എപ്പോഴും അവൾ അത് പറയും. ഞങ്ങൾക്ക് തന്നെ അവൾ എന്താ ഉദ്ദേശിച്ചത് അറിയില്ല, ഇപ്പഴാ മനസ്സിലായത് ഡോക്ടറെ അവൾ ഉദ്ദേശിച്ചത് അതാണെന്നുള്ള. പാട്ടിന്റെ ഡോക്ടർ ഇനിയിപ്പോ ഞാനതിനി ഉണ്ടല്ലോ പാട്ട് പാടി സുഖപ്പെടുത്തുന്ന അങ്ങനെ. അപ്പൊ അവള് പാട്ടിൽ അതറിയില്ല, അവര് വലുതാവുമ്പോ എന്താണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ അതിൽ താല്പര്യം കാണിക്കുന്നുണ്ട്, നമ്മളിപ്പൊ അതിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവർക്ക് എന്താ താല്പര്യം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ടോയ്സിൽ ഏതാണ് ഫേവറേറ്റ് എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും മിയക്കുട്ടി 2-3 തൊട്ട് കാണിച്ചു. അതിലൊന്നൊരു വലിയ പാണ്ട ബെയറായിരുന്നു. അപ്പം അത് ആരാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നസെന്റ് അങ്കിൾ എനിക്ക് തന്നതായിരുന്നു പറഞ്ഞിട്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അപ്പം അത് ഇപ്പോഴും ഈ വീട്ടിൽ അങ്ങനെ ട്രഷർ ചെയ്തേ വെച്ചിട്ടുണ്ട് അല്ലേ ആന്റി? അത് എങ്ങനെ ഇപ്പൊ അത് കാണുമ്പോഴായാലും അല്ലേ, ഇത്രയും വലിയൊരു കലാകാരൻ്റെ അത് വാങ്ങിക്കാൻ പറ്റിയല്ലോ, അതൊരു ഭയങ്കര സന്തോഷമാണ്. അത് ശരിക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് അത് തന്നതെന്ന്. ഒരു ദിവസം ഇങ്ങനെ ഇവള് ഒരു പാട്ട് പാടുന്ന സമയത്ത് ഒരു ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞ പാട്ട് അവൾ നന്നായി പാടി. അപ്പൊ കമന്റ്സ് ഇവൾ ആ സമയത്ത് ഇവൾക്ക് അങ്ങനെ ശ്രദ്ധിക്കില്ലേ, ഇവര് ജഡ്ജസ് പറയുന്നതോ അല്ലെങ്കിൽ സാധാരണ മീനുട്ടീനെ നോക്കിയിരിക്കും. മീനുട്ടീനായിട്ടാണ് ഒരു കോൺവെർസേഷൻ, മീനുട്ടി പറഞ്ഞു കൊടുക്കും മീക്കുട്ട ഇങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ മീനുട്ടീനായിട്ട് അവള് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പൊ ഈ ജഡ്ജസ് പറയുമ്പോഴും അവള് മീനുട്ടിയുടെ നോക്കും, മീനുട്ടി എന്താ പറഞ്ഞിരുന്നത്, അതാണ് അവള് അപ്പൊ ഈ ജഡ്ജസിന്റെ എക്സ്പ്രഷൻ ആണ് അവളെ എപ്പോഴും നോട്ട് ചെയ്യുന്നത്. ഭാഷ നോക്കില്ല, അവരെന്താ പറയുന്നതെന്നൊന്നും അവള് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് അവൾ. അതൊന്നും അവള് അതിനെ കുറിച്ചൊന്നും അവള് ചിന്തിക്കില്ല. അവള് നോക്കുമ്പോ അവര് നല്ല ഹാപ്പി ആയിട്ടാണോ പറയുന്നത്, എങ്കിൽ എന്റെ പാട്ട് നന്നായി. അപ്പൊ ദീപക് സാറിന് അറിയാം ശരിക്കും ഇവളെന്താന്നുള്ളത്. ഇവളെ സാറ് നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇവള് സാറ് പറയും, സാറ് ഇവളോട് പറയുമ്പം 30 മാർക്ക്, അപ്പൊ ഇവളോട് പറയും 3 ചോദിച്ചാൽ മതി, 3 ആണ് വലുതെന്ന് പറയും. അപ്പൊ അവള് 3 ചോദിക്കും. അപ്പൊ അങ്ങനെ സാറിനറിയാം ഇവള് എക്സ്പ്രഷൻ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ ഇപ്പൊ കണ്ടോ, ഞാൻ കമന്റ് പറയുമ്പോ അവളുടെ മാറ്റം കണ്ടോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടാണ് സാറ് പറയുന്നത്. സാറ് പറഞ്ഞു മീക്കുട്ടി പാടിയത് വളരെ നന്നായിരുന്നു, പിച്ചൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു, ഭയങ്കര ഒരു ലിറിക്സ് പോലും തെറ്റാണ്ട് ഇത്രയും പാടി, എല്ലാം വളരെ നന്നായിരുന്നു, അതൊരു പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവളുടെ മുഖം ഇങ്ങനെ ഫേസ് മാറി 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 വരുന്നുണ്ട്. സാറ് പറയുന്നത് ഭയങ്കര ഗൗരവത്തിലാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴേ ആള് ഫ്യൂസായി. ഈ പാട്ട് ഭയങ്കര നല്ല പാട്ടായിരുന്നു, നല്ല കളിച്ച് രസിച്ച്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് നിൽക്കുമ്പോഴാണ് ഈ കമന്റ്സ്. ഇപ്പൊ MG സാറ് പറഞ്ഞു കുഴപ്പമില്ല, ദീപക് സാർ വന്നപ്പോ ദീപക് സാർ ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കാം ഇവളെന്താണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആള് പറയുമ്പോഴും ആള് ഒരു എനർജി ഇല്ല, അടുത്ത ആളുടെ കമന്റും ഇങ്ങനെ ഭയങ്കര. അത് കഴിഞ്ഞ് സുദീപേട്ടനായിരുന്നു. അപ്പൊ പുള്ളി ചോദിച്ചു എന്ത് പറ്റി മീക്കുട്ട മുഖം ചോദിക്കല, ഒറ്റ കരച്ചിൽ അവിടെ നിന്ന്. അപ്പോൾ എല്ലാവരും കൂടെ ഓടി. ദീപക് സാറ് ഉണ്ടോ, അവൾക്ക് ഫീൽ ചെയ്ത് സാറങ്ങ്. അപ്പോഴും അവള് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക ഞാൻ എന്തോ മോശമായിട്ടാണ് ചെയ്തതെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും പിന്നെ സാറ് പറഞ്ഞ കരഞ്ഞ ഭാഗമൊന്നും ഇടണ്ട, കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ സീനൊന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു അവളെ കരയിപ്പിച്ചതിന്റെ ഒരു വിഷമം മാറ്റാനായിട്ട് പിറ്റേ ദിവസം കൊടുത്തതാണ് ഇതെന്നല്ലേ. എന്തായാലും അത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്, മേടിക്കാൻ പറ്റിയില്ല. പിന്നെ തീർച്ചയായിട്ടും പറയാനുണ്ട് ഇന്നസെന്റ് ഈ എന്താണ് ഇനി മേലെ ആരും കരയിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അയ്യോടാ സോ ക്യൂട്ട്. എന്തായാലും വീട്ടിൽ ഭയങ്കര അൻസറിനൊക്കെ ഉള്ള ഒരു പാവം വ്യക്തിയാണോ? അങ്ങനെ പാവൊന്നുമില്ല പറയുന്ന കേട്ടോ. എന്താ അതിന് മറുപടി പറയാനുള്ള? അവള് പറയും പാവെന്ന് പറഞ്ഞാൽ അവൾക്കാണല്ലോ കൂടുതൽ അറ്റൻഷൻ ഒക്കെ കിട്ടിയേക്കുന്നത്. അപ്പൊ ഞാന് മറ്റവരെയൊക്കെ നോക്കുമ്പോ ഒരു കുശുമ്പ് ഉണ്ടാകും. അപ്പൊ അവരുടെ എന്തെങ്കിലും കാര്യം പറയുമ്പോ അവള് എപ്പോഴും നമ്മള് ഇപ്പൊ കുറെ നാളായിട്ട് അവളുടെ കാര്യത്തിന്റെ പുറകെയാണല്ലോ നമ്മൾ പോകുന്നത്. മറ്റവര് വലിയ കുട്ടികളായി അവരുടെ കാര്യം നോക്കാനായി. അപ്പൊ ഇവള് നമ്മൾ അതിൽ നിന്നൊന്ന് മാറി ഇപ്പൊ അവനും ഇവളും കൂടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വയറിന് പ്രോബ്ലം ഉണ്ടായിട്ട് അവൾ ഒരു 1 വീക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അവനും ആ സമയത്ത് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയിട്ട് അവനും. അപ്പൊ രണ്ടുപേരും ഒരു റൂമിലാ. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അപ്പുറം പോകുമ്പോ അവളുടെ വിചാരം അവളോട് എനിക്ക് സ്നേഹമില്ല. അപ്പൊ ഇവിടെ വയറുവേദന, എനിക്ക് വയറുവേദന, എനിക്ക് ഭയങ്കര അപ്പൊ
അത് ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ അവളെ അറ്റൻഷൻ കിട്ടി ശീലായില്ലേ. ശീലയില്ലേ? അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ അവരോട് ഭയങ്കര സ്നേഹമാണ്. ആണ്. എന്താ ഉമ്മയും വാപ്പ എന്താ വിളിക്കുന്നേ, കൊഞ്ചിച്ച് വിളിക്കുന്നേ? പാപ്പയും ഉമ്മച്ചിയും. അല്ല, മോനെ എന്താ വിളിക്കുന്നേ അവര്? എന്നെ അമ്മിയ. അത്രേ ഉള്ളു? വേറെ കുഞ്ഞാ, വാവേ, ചക്കരെ അങ്ങനെ ഒന്നും വിളിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഇതില് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമാണോ, അതോ അങ്ങനെ ഇത്തിരി സ്നേഹം ഉമ്മയോടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, രണ്ടുപേരോട് ഇഷ്ടമുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും അങ്കിൾ, ആന്റി, താങ്ക് യു സോ മച്ച്. ഇവിടെ പിടിച്ച് വലിച്ച് കൊണ്ടിരുത്തി നമ്മള് സംസാരിച്ചതിൽ ഇത്രയും വിശേഷങ്ങൾ സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് സന്തോഷം. ഇപ്പം മിയക്കുട്ടി ഇപ്പൊ നിങ്ങളെ മാത്രല്ല, ലൈക് നേഷൻ വൈഡ് ഫാൻസ് ആണ്. ആസ് പേരൻസ് എന്ത് തോന്നുന്നു കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം രോഗമുള്ള ആളുകളൊക്കെ മലപ്പുറം പോയപ്പോഴത്തേക്കും ഒരു പുള്ളി ഇങ്ങനെ വന്നിരുന്നു. അങ്ങനെ പുള്ളി കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പുള്ളിയാണ്. അപ്പൊ പുള്ളി വന്നിട്ട് പറയാ, എനിക്ക് മോളുടെ പാട്ടുകൾ കേട്ടിട്ടാണ് എനിക്ക് അതിൽ നിന്നൊന്ന് വേറൊരു ഇത്. അപ്പൊ എനിക്ക് ആ പുള്ളി കരയുക ഇങ്ങനെ പറഞ്ഞിട്ട്, എനിക്ക് ഇവളെ കാണണം. അപ്പൊ മോനോട് എപ്പോഴും പറയും എനിക്ക് കാണണം, മോളെ ഒന്നും കൊണ്ട് അപ്പം മോൻ പറഞ്ഞ് ഞാൻ എറണാകുളത്ത് പോകുമ്പോൾ കൊണ്ടുപോയി കാണിച്ചു തരാം, ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഇവൾ അവിടെ ഷോയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും പുള്ളി വന്നിട്ട് അത് പറഞ്ഞിട്ട് പുള്ളി കരയുക. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടീനെ കൊണ്ട് ഒരാൾ സന്തോഷിച്ച് അയാൾക്ക് അതിൽ നിന്നൊരു റിലീഫ് കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് അവർക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും ആ ഒരു വേദനയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ലേ. അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു. നമ്മൾ ഒരു സന്തോഷം ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. കൂടുതൽ ഫാൻസ് പ്രായമുള്ളവരാണ്, വിദേശത്തുള്ളവരുണ്ട്, മകളെ പോലെ കാണുന്നവരുണ്ട്. ചിലർക്കൊക്കെ അവർക്ക് വീട്ടിലൊരാളെ പോലെ അവരത്രയും സ്നേഹത്തിൽ ഒരു 2 മണി വരെയൊക്കെ ഞങ്ങളൊരു ഷോ കഴിഞ്ഞിട്ട് റിസോർട്ടിലേക്ക് എത്താൻ 2 മണിയായി. ആ 2 മണിക്ക് ഒരു ഹസ്ബൻഡും വൈഫും അവളെ കാണാൻ വേണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിലും അവളെ കണ്ടിട്ടേ പോവുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ നമ്മുടെ കുട്ടീനെ കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റിയത് അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഇതുകൊണ്ട് ഉണ്ടായത് ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങള്. ഇപ്പൊ അവളെ കാണുമ്പോൾ ഉള്ള ഓരോരുത്തരുടെ കണ്ണിലെ പ്രകാശം, അതൊക്കെ നമുക്ക് അതൊക്കെ കാണുമ്പോഴാണ് നമ്മളുടെ ജീവിതം കൊണ്ടൊരു ഇതുണ്ടായല്ലോ എന്നുള്ളൊരു സന്തോഷം. അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ആന്റി, അങ്കിൾ, താങ്ക് യു സോ മച്ച് നമ്മളെ ജോയിൻ ചെയ്തതില്. താങ്ക് യു. വെൽക്കം.